അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരാറുകൾ പാലിക്കുന്നത് നിർബന്ധമാണെന്ന് ഗൗരവപൂർവ്വം ഉണർത്തുകയായിരുന്നു കഴിഞ്ഞ ആയത്തിൽ. കരാർ ലംഘിക്കുന്ന പക്ഷം അത് വ്യക്തികൾക്കും സമൂഹത്തിനും വലിയ നാശമുണ്ടാക്കുമെന്ന് ഖുർആനിലും ഹദീസിലും വളരെ വിശദമായി പറയുന്നുവെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ. കരാർ ലംഘിക്കുന്നവർ സത്യനിഷേധികളാണ്. കരാർ ലംഘിക്കുന്നവർ വലിയ നാശത്തിലകപ്പെടും. കരാർ ലംഘിക്കുന്നവർ ശപിക്കപ്പെടുന്നു. കരാർ ലംഘിക്കുന്നവർക്കിടയിൽ വലിയ ശത്രുതയും ഏറ്റുമുട്ടലും ഉണ്ടാവും. കരാർ ലംഘിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നല്ല ഭക്ഷണം മുടക്കും. കരാർ ലംഘിച്ചവർ ഈ ലോകത്ത് നിന്ദ്യതയും പരലോകത്ത് കടുത്ത ശിക്ഷയും ഏറ്റുവാങ്ങും. കരാർ ലംഘനത്തെക്കുറിച്ച് ഖുർആനിൽ വന്ന ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇതിലധികവും നാം പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങളിൽ വന്നതാണ്. പലതും വേദക്കാരെ, പ്രത്യേകിച്ച് ജൂതന്മാർ കരാർ ലംഘിച്ചതിനെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. കരാർ ലംഘനത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുമുണ്ട്. നമുക്കിടയിൽ വ്യക്തികൾ തമ്മിലും മറ്റുമൊക്കെ വാക്കു പറയുകയും കരാർ പറയുകയുമൊക്കെ ചെയ്തിട്ട് യാതൊരു സങ്കോചവുമില്ലാതെ അത് പാലിക്കാതെ ലംഘിക്കുന്നതും ക്യാൻസൽ ചെയ്യുന്നതും വളരെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കരാറുകൾ പാലിക്കുക തന്നെ വേണമെന്ന് കഴിഞ്ഞ ആയത്തിൽ കൽപ്പിച്ചതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് എന്ന് പഠിക്കുന്ന 92-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന തുടരുന്നത് ഇങ്ങനെയാണ്: വലാ തകൂനു, നിങ്ങളായിപ്പോവുകയും ചെയ്യരുത്. കഴിഞ്ഞ ആയത്തിൽ നിങ്ങൾ കരാർ ഉറപ്പിച്ച ശേഷം ലംഘിക്കരുത് എന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് പറയുകയാണ്, കരാർ ലംഘിച്ച് നിങ്ങൾ ആയിപ്പോകുകയും അരുത്. കല്ലത്തി, ഒരുവളെപ്പോലെ, ഒരു പെണ്ണിനെ പോലെ, നഖലത്ത് ഗസ്ലഹ, അവൾ നൂറ്റുണ്ടാക്കിയ അവളുടെ നൂൽ അവൾ പിരിയുടച്ചു, മിംബാരി കൂവത്തിൻ, അതിശക്തമാക്കിയ ശേഷം, അങ്കാസൻ, തുണ്ടങ്ങളായിക്കൊണ്ട്, ഇഴകളായിക്കൊണ്ട്. നിക്സ് എന്നതിൻ്റെ ബഹുവചനമാണ് അങ്കാസ്. ഒരു സ്ത്രീ നല്ല ഉറപ്പോടെ നൂൽ നൂറ്റെടുത്ത ശേഷം അതിനെ പിന്നെ പിരിച്ചെടുത്ത് അതിൻ്റെ ഇഴകളഴിച്ച് ദുർബലമായ കഷ്ണങ്ങളാക്കി മാറ്റുന്നത് എത്രമാത്രം ബുദ്ധിശൂന്യമാണ്. അതുപോലെയാണ് ദൃഢമായ കരാർ ചെയ്ത ശേഷം അത് രഹസ്യമായോ പരസ്യമായോ ലംഘിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഉദാഹരണം ഒരു പെണ്ണിലേക്ക് ചേർത്ത് പറഞ്ഞത് ഇങ്ങനെ നൂൽ നൂറ്റുണ്ടാക്കി പിന്നെ അത് ഇഴയഴിച്ച് കഷ്ണങ്ങളാക്കിയിരുന്ന ഒരു മണ്ടിപ്പെണ്ണ് മക്കയിലുണ്ടായിരുന്നു. അവളെക്കുറിച്ച് മക്കയിലുള്ളവർക്ക് അറിയാമായിരുന്നു. നമ്മുടെ നാറാണത്ത് ഭ്രാന്തനെ പോലെയുള്ള ഒരു കഥാപാത്രം. അങ്ങനെ അവർക്കറിയുന്ന ഒരു പെണ്ണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. ഏതായാലും കരാർ ലംഘിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് ചേർന്നതല്ല എന്നാണ് ഈ ഉദാഹരണത്തിലൂടെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് അല്ലാഹു പറയുന്നു, കരാർ ലംഘനത്തിലൂടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? തത്തഹിദൂന ഐമാനക്കും ദഖലം ബൈനക്കും, നിങ്ങൾ നിങ്ങളുടെ പ്രതിജ്ഞകളെ പരസ്പരം വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കരാറുകളെ പരസ്പരം വഞ്ചിക്കാനുള്ള ഉപായമാക്കുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? അൻതകൂന ഉമ്മത്തുൻ ഹിയ അർബാമിൻ ഉമ്മത്തിൻ, ഒരു കക്ഷി മറ്റേ കക്ഷിയേക്കാൾ നേട്ടമുള്ളതാകാൻ വേണ്ടി. അൻതകൂന ഉമ്മത്തുൻ, ഒരു സമൂഹം, ഒരു വിഭാഗം, ഒരു കക്ഷി ആവുന്നതിനു വേണ്ടി. ഹിയ അർബ, അത് ഏറ്റവും വളർന്നത് എന്ന് പറഞ്ഞാൽ ആ കക്ഷിക്ക് ഉയർന്നു നിൽക്കാൻ, നേട്ടമുണ്ടാക്കാൻ. മിൻ ഉമ്മത്തിൻ, മറ്റേ കക്ഷിയേക്കാൾ. ഇരുവർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയാണല്ലോ കരാറുകളിൽ ഏർപ്പെടുന്നത്. എന്നാൽ ഒരു കക്ഷിക്ക് മറ്റേ കക്ഷിയുടെ മേൽ നേട്ടം കൊയ്യാൻ വേണ്ടി കരാറുകളിൽ വഞ്ചന കാണിച്ച്, കരാർ ലംഘിച്ച് വഞ്ചന നടത്തുന്നവരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടു കൂട്ടരും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് കരാർ ദുർബലപ്പെടുത്തുകയോ കരാർ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇവിടെ ഒരു വിഭാഗം ഏകപക്ഷീയമായി കരാർ ലംഘിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ജാഹിലിയ കാലത്ത് അറബികൾ ഒരു ഗോത്രം മറ്റേ ഗോത്രവുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം കൂടുതൽ ശക്തരും സമ്പന്നരുമായ മറ്റൊരു ഗോത്രത്തെ കാണുമ്പോൾ ആദ്യത്തെ ഗോത്രത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സഖ്യം ഏകപക്ഷീയമായി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഗോത്രവുമായി കരാറുണ്ടാക്കുന്ന വഞ്ചനാപരമായ നടപടികളുണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ ആക്ഷേപിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ ദുഷിച്ച ഏർപ്പാട് പലപ്പോഴും ഉണ്ടാവുകയും അതിൻ്റെ ഫലമായി ശത്രുതയും യുദ്ധവുമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്നമാ യബ്ലുവക്കുമുല്ലാഹു ബിഹി, വാസ്തവത്തിൽ അതുവഴി അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെയാണ്.
മനുഷ്യർ പരസ്പരം അംഗീകരിച്ച കരാറുകൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി രഹസ്യമായോ പരസ്യമായോ ലംഘിച്ചുകൊണ്ട് വഞ്ചന കാണിക്കുമോ അതല്ല വാക്ക് പാലിക്കുമോ എന്ന് പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കരാറുകളും പ്രതിജ്ഞകളുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാവാം ഇതിനർത്ഥം. അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങളെ അള്ളാഹു പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് കരാർ ലംഘിച്ച് വഞ്ചനയിലൂടെ നേടിയ നേട്ടം കൊണ്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കുന്നു എന്ന അർത്ഥത്തിലുമാവാം. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല ഗ്രന്ഥങ്ങളിലും ഖലീഫ മുആവിയയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം പരാമർശിക്കുന്നുണ്ട്. മുആവിയയുടെ ഭരണകാലത്ത് അന്നത്തെ റോമ ചക്രവർത്തിയുമായി ഒരു കരാറുണ്ടാക്കുകയും കരാറിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് തന്നെ മുആവിയ ഒരു സൈന്യവുമായി റോമൻ അതിർത്തിയിലേക്ക് റോമൻ ചക്രവർത്തി അറിയാതെ പോവുകയും ചെയ്തു. കരാറിൻ്റെ സമയം കഴിയുമ്പോൾ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കുക എന്നതായിരുന്നു മുആവിയയുടെ പ്ലാൻ. എന്നാൽ സഖ്യകക്ഷിയായ റോം അറിയാതെ അങ്ങനെ ഒരു സൈന്യത്തെ കരാറിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് ഒരുക്കി നിർത്തുന്നത് രഹസ്യമായ കരാർ ലംഘനമാണെന്നും മറ്റൊരു ജനതയുമായി കരാറിലേർപ്പെട്ടാൽ നിശ്ചിത സമയം തീരുന്നതിനു മുമ്പ് കരാറിന് വിപരീതമായ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നും ഒരു സഹാബി മുആവിയയെ ഉണർത്തിയപ്പോൾ മുആവിയ തൻ്റെ സൈന്യത്തെ പിൻവലിച്ച് അവിടെ നിന്ന് മടങ്ങി എന്നാണ് ചരിത്രം. തുടർന്ന് അല്ലാഹു പറയുന്നു, വലയുബയ്യിനന്ന ലക്കും, തീർച്ചയായും അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും. അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് വ്യക്തമാക്കുക തന്നെ ചെയ്യും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, മാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, ഏതൊന്നിലാണോ നിങ്ങൾ ഭിന്നിച്ചിരുന്നത് അതിനെക്കുറിച്ച്. കരാർ ലംഘിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കിടയിലെ കക്ഷികൾക്ക് പല തർക്കങ്ങളും ന്യായങ്ങളുമൊക്കെ ഉണ്ടാവും. ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാതിരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കരാർ പൂർത്തിയാക്കാതിരുന്നത് എന്നൊക്കെ. ഇത്തരം തർക്കങ്ങളുടെയും ന്യായങ്ങളുടെയും സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അന്ത്യനാളിൽ വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരും രഹസ്യമായോ പരസ്യമായോ വഞ്ചനയിലൂടെ നേട്ടം കൊയ്ത ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാമെന്ന് കരുതണ്ട എന്ന താക്കീതാണ് ഇതിലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.